ഹലോ ഗൈസ്, മൈ നെയിം ഈസ് നിഖില മാത്യു ആൻഡ് വെൽക്കം ടു മൈ വീഡിയോ. ഞാനിന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു ഞണ്ട് കറി ഉണ്ടാക്കാമെന്നാണ്. ഇതിലോട്ട് ഞാൻ 4 ഞണ്ടാണ് ഉപയോഗിക്കുന്നത്. 4 ഞണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്ത് വെക്കുക. അതിനുശേഷം അരമുറി തേങ്ങയുടെ പാല് നമുക്കിതിന് ആവശ്യമാണ്. അതിന് 1-ാം പാലും 2-ാം പാലും വേണം. പിന്നെ ഇതിലോട്ട് വേണ്ടത് 8-9 അല്ലി കുഞ്ഞിയ ഉള്ളി, 4 പച്ചമുളക്, 1 തക്കാളി, 5-6 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു സവോള എന്നിവയാണ് വേണ്ടത്. അതിനുശേഷം ഒരു കടായി എടുത്ത് വെച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം തക്കാളി ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത്. അപ്പം ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി ഇച്ചിരൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണെങ്കിൽ ഇച്ചിരൂടെ എളുപ്പമുണ്ട്. ഞാൻ വലുതായിപ്പോയി. അപ്പോൾ അത് നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2-ാം പാൽ, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ജസ്റ്റ് ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും അതിലോട്ട് ഇടുക. ഞണ്ട് അതിലോട്ടിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക. ഒരു 15 മിനിറ്റ് മതിയാവും. അന്നേരത്തേക്കും ഞണ്ട് വേകാൻ തുടങ്ങുമ്പോൾ ഞണ്ടിൻ്റെ കളർ ജസ്റ്റ് മാറും. വേവാൻ തുടങ്ങുമ്പോഴല്ല, അത് ജസ്റ്റ് ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളർ മാറും. അന്ന് ഒരു 15 മിനിറ്റ് കഴിയുമ്പം ഞണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കതിലോട്ട് വെന്ത് കഴിയുമ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ തീ താത്തി വെക്കുക, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ അത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.